പിന്നെ റസ്യ തലവേദന എങ്ങനെ ഉണ്ട് ഇപ്പൊ? ആക്കണ്ടോ? ഇപ്പൊ കുറവുണ്ട്. ഡോക്ടറെ അടുത്തേക്ക് പോണോ? ഇപ്പൊ കൊണ്ട് അടുത്ത ആഴ്ച എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ അടുത്ത്. ഞാൻ തിന്നൂടൊക്കെ തിന്നൂടുണ്ട്, നല്ലോണം തിന്നണം. കുറച്ചും കൂടി ഇട്ടള ചോറ്. പള്ളി ഉണ്ടാവുമ്പോഴേ അഞ്ച് നേരം ഇങ്ങാണ്ട് തിന്നണം എന്നാ പറയാ. കുട്ടിക്കും കൂടി ഉള്ളത് തിന്നണം. ഉള്ള കാലിയായിട്ട് നിൽക്കാനേ പാടില്ല. അതൊക്കെ മീൻ പൊരിച്ച കണ്ടിട്ട് തിന്നൂടെ? ഞാൻ എടുക്കുന്നുണ്ടമ്മ. അതൊക്കെ കഴിച്ചു. ഫാത്തിമ, എന്റെ അമ്മ ചോറൊന്നായിട്ട് എടുത്ത് മിണ്ണാൻ നിക്കണ്ടേ? രാത്രിക്ക് കൂടി മാണ്ടിയതാ. ആ മീന് ഇപ്പൊ എടുക്കണ്ട കേട്ടോ. ആ മീൻ പൊരിച്ചതേ എടുക്കണ്ട. അതിന് രാത്രിക്കൊക്കെ ഇനി വേറെ ഒത്തും കറിയൊക്കാൻ കിട്ടൂല. ഹലോ അമ്മ. ഹലോ മോളെ, സുഖാണോ? സുഖാണ്. ചോറൊക്കെ കഴിച്ചോ? വെയ്യായി എന്തെങ്കിലും ഉണ്ടോ? ഛർദിയൊക്കെ കുറവുണ്ടോ? കുഴപ്പമൊന്നുമില്ല. മരുന്നൊക്കെ നേരത്തിന് കുടിച്ചോണ്ടി. പള്ള കാളരുത്, കുട്ടിക്ക് കേടാണ് കേട്ടോ. ഇനിറ്റേ വെയ്യായിണ്ടെങ്കി ഇങ്ങോട്ട് പോര്, 2 ദിവസം നിന്നിട്ട് പോകാം. ചോദിച്ചോക്കട്ടെ. എന്നാ ചോദിച്ചിട്ട് വിളിച്ചിട്ടോ. വാപ്പ വന്നിക്കണതുകൊണ്ട് ഏതായാലും ചോദിച്ചിട്ട് വിളിച്ചിട്ടോ. അസ്സലാമലൈക്കും. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്നു. 2 ദിവസം അങ്ങോട്ട് നിക്കാൻ വരുമോ ചോദിച്ചു. ഞാൻ പോട്ടെ. വീട്ടിക്കോക്കെ എത്തിനാ ഇപ്പൊ പെട്ടെന്നൊരു വീട്ടിക്കോക്ക്? ഇവിടെ അല്ലെങ്കിൽ തന്നെ എത്രങ്ങാനും കാണിച്ച അല്ലെങ്കിൽ തന്നെ വെജാ. റസ്യാൻ്റെത് കണ്ടില്ലേ? നീച്ചാ വെജാ കിടക്കാണ്. എനിക്കാണെങ്കി മുട്ടുവേദന ഇതായിട്ട് പണിയെടുക്കാനും. ഇത് വീട്ടിൽ പോയാൽ പിന്നെ ആരാ ഉണ്ടാകുക ഇവിടെ? അതൊക്കെ പിന്നെ പോകാം. ഇനി 3-4 മാസം കഴിഞ്ഞ് അവിടെ തന്നെ അല്ലേ കാരം? 2 മാസമുള്ളൂ. അത് കഴിഞ്ഞ അങ്ങോട്ട് തന്നെയാ പോക്ക്. ഒരു വീട്ടിൽ പോക്കാൻ ഇപ്പൊ പിന്നെ പോകാം വീട്ടിക്ക്. ആയിഷ, സൂറാജിനി ഇജത്തെ പണിയിലപ്പൊ? നീ നല്ല പണിയിലാണ്. ആ റസ്യാക്ക് തലവേദന ആയിട്ട് അവിടെ പോയി കിടക്കി. അത് കണ്ട് മറ്റോളം ഒപ്പിച്ചും കണ്ട് തലവേദന ആണോ ഛർദിയാണോ അറിഞ്ഞു ഞാണ്ടുണ്ട്. അവിടെ പോയി റൂമിലുണ്ട്. അപ്പൊ കാട്ടുകയാ തന്നെ. എനിക്കെന്നാ അതിനോട് പറഞ്ഞാണ് പണി ഇപ്പിച്ചൂടെ അങ്ങട്ട്. എന്തിനാ ഇത് ഇങ്ങനെ ഇതാക്കി കൊടുക്കണത്? വല്ലാത്തൊരു തന്നെ. നമുക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റും? എല്ലാരും ഇത് രണ്ടെണ്ണം ഞാൻ വരച്ച വരിയിലാണ് നിർത്തും. പോലെ അതിന് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്കെന്താണ് ഇവരോട് പറഞ്ഞൂടേയില്ല. എത്ര നല്ലതോന്ന് വന്നിക്കണ്. ഇതാ ചെയ്യാ എന്റെ തലവിധി. അല്ല എന്താ പറയാ? എനിക്കറിയില്ലേ ആ റുക്കിയാന്റെ അളാപ്പന്റെ കുട്ടി നമ്മളെ മേലത്തെ? അതിന് ഇവന് വേണ്ടി ആലോചിച്ച ഓർമ്മല്ലേ? നമ്മളൊക്കെ കാണാൻ പോയിന്. ഞാനൊക്കെ പോയിന് ഒന്ന് കാണാന്. ഞങ്ങൾക്കൊക്കെ പറ്റീന്. ഓന് മാത്രം പറ്റില്ല. ഇതിനെ പറ്റിയൊരു സാധനം. എന്താപ്പ ചെയ്യാ? പറഞ്ഞിട്ടും കാര്യമില്ല. അവരവന്റെ ബുദ്ധി പോണ പോക്കേ. അതുകൊണ്ട് എന്താ ഓക്കിപ്പം സുഖമായിട്ട് ഇതാകാലോ. നല്ല സുഖല്ലേ?
തിന്നും കുടിച്ചും നടക്കും ചെയ്യാ, ഒരു പണി എടുക്കണ്ട, നല്ല സുഖമായിട്ട് ഇങ്ങനെ കഴിയാ. ഇല്ലാത്ത നമുക്ക് ഇപ്പൊ സ്വപ്നം കാണാൻ പറ്റും ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ ഇതാണ് ഇതൊന്ന് നിലക്ക് നിർത്തി. ഞാൻ കുടിച്ചിട്ടും കാട്ടിട്ടും ഒന്നുമില്ല. എൻ്റെ അടുക്ക് ഇങ്ങോട്ട് വന്നതേ കണ്ടു ഇതാക്കിയൊക്കെ നിന്നാ അപ്പത്തെ ഇങ്ങനെ ഇതും കൂടി അതിനാക്കി കൊടുക്കാൻ നിൽക്കണ്ട. രണ്ടാൾക്കിപ്പോൾ എത്ര അയക്കണ്? രണ്ടാൾക്കിപ്പോൾ 4-ാം മാസം. ഒപ്പാണിപ്പോ രണ്ടാളും കൂടി വെച്ച് നോക്കാൻ വയ്യോ? അല്ലെങ്കിൽ തന്നെ മുട്ടുവേദനയും മറ്റേ വേദനയൊക്കെ അങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം രണ്ടാളിച്ച് നോക്കാൻ പറ്റും? അതിൻ്റെ ഇടയിൽ ഓക്ക് ഇപ്പം വീട്ടിൽ കാണുമല്ലോ, ഫാത്തിമാക്ക് ഇപ്പം വീട്ടിൽ കാണും. അപ്പം പറയാം എന്നെ വീട്ടിൽ പോകാനും എന്നാ പിന്നെ ഇവിടുത്തൊന്നും അറിയണ്ടല്ലോ. ഓക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട് ഈ കാര്യം ഞാനൊന്നും നിന്നു കൊടുക്കണ്ട. ഞാൻ പോണ്ടാ പറഞ്ഞിരിക്കണം. അത് പോന് വിളിച്ച് ഒലത്തി കൊടുക്കുന്നുണ്ടാവും അവിടെ നിന്നാണ്ട്. അല്ലാത്ത ഒന്നും പറയാൻ പറ്റൂലേ. അപ്പൊ ആക്കിനാണ് വിളിച്ച് പറയും. അല്ലാത്തൊരു കഥ. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. പോയിട്ട് വേണം കുളിച്ചാനൊക്കെ. ഞാൻ പറയാന്ന് പറഞ്ഞു. പോട്ടെ എന്നാ. എന്നാ ഇജ്ജ് പോയിക്കോ. റബ്ബേ, എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് റസ്യ, ഇത് കടന്നോ? ഇല്ല. പിന്നെ ഞാൻ പാലവിടെ കാച്ചിങ്ങാണ്ട് കാഫിലാക്കിയിട്ട് ആ ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു. ഓളെങ്ങാനും കണ്ടാല് അത് വിളിച്ചിപ്പാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. അത് ഒന്നിങ്ങാണ്ട് കുടിച്ചോണ്ട്. ഞാൻ വന്ന് കുടിച്ചോണ്ട്. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഭക്ഷണമൊക്കെ കഴിച്ചാ? എന്താ കഴിച്ചു. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഞാൻ റൂമിലെത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. കുറച്ച് നേരമായി കഴിച്ചിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ വിശേഷം പറയാം. എന്തൊക്കെയുണ്ട് വിശേഷം? തീരെ വയ്യ. എന്ത് പറ്റിയോ? തല കറങ്ങി ഛർദിക്കൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പണിയെടുക്കാനൊന്നും വയ്ക്കണില്ലേ എന്നാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. എന്താ പുറപ്പേ ഞാൻ ചെയ്യപ്പോ? ഞാൻ എന്നിട്ട് പോയി പണിയെടുക്കും കാട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വയ്യാഞ്ഞിട്ട് 10 മിനിറ്റ് കിടക്കാനാ തോന്നുന്നത്. എത്ര പണിയെടുത്തിട്ടും കുറ്റം മാത്രം പറയുന്നു. വയ്ക്കണില്ല. അപ്പൊ നമ്മ അയലൊക്കത്തെ സുഹൃത്താത്ത വന്നീന്, ഓലോടും പറയുന്നുണ്ട്. ചെയ്തിട്ട് കുറ്റം മാത്രം പറയാം. എന്താണ് റബ്ബേ ഞാൻ ഈ കേൾക്കണൊക്കെ? ഈ കരയിലെന്തേ? റസിയക്കുണ്ട് തലവേദനയൊക്കെ. കിടക്കുക ഭയങ്കര കയറിന്ന് കാണുമ്പോ സങ്കടം വരും. വെയ്യായിട്ട് 2 ദിവസം വീട്ടിൽ പോയി കിട്ടി ചോദിച്ചു. ഒന്നും സമ്മതിക്കുന്നില്ല. അറിയില്ല എന്താ ചെയ്യുന്നത്. ആകെ കുഴങ്ങി. സാരില്ല, എന്തായാലും 2 മാസം കൂടിയല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാനുള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിക്ക്. അത് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് 40 കഴിഞ്ഞിട്ടേ നേരെ അങ്ങോട്ട് ഗൾഫ് കൊണ്ടുവരാം. അപ്പോൾ വിസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ കേട്ടോ റെഡിയാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. വിഷമിക്കരുതട്ടോ, കരരുതട്ടോ. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കട്ടോ. തീരെ വെജ. റസ്യാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഉറങ്ങിക്കണെന്നാ തോന്നുന്നു. ഹലോ മോളെ റസ്യ. ഹലോ, ഒന്ന് വരും അങ്ങോട്ട്. തീരെ വെജ. ഞാനും കുട്ടി ഒരാഴ്ചയായി പനിച്ചെടുക്കുക. നിങ്ങളോ പറയാനിട്ടേ. പിന്നെ ഒരു ഡോക്ടറെ കാട്ടിയോ? കാണിച്ച്. മരുന്നൊക്കെ കിട്ടിയിരിക്കണോ? മരുന്നൊക്കെ കിട്ടിയോ?
പനി എന്തൊക്കെ ആയിട്ട് തിരിഞ്ഞു വെച്ച ഞാൻ അവിടെ കിടക്കുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് വിളിച്ചു നോക്കിയാലോ? കുട്ടി കരയുണ്ട്. എന്നാ ആയിക്കോട്ടെ. ഇതിനില്ലാത്തൊക്കെ പറയണ എനിക്കാണ് പോയി നിന്നൂടെ 2 ദിവസം? എനിക്കാണ് പറഞ്ഞാ മതി. അങ്ങോട്ടാണ് പോയിട്ട് അവിടെ ഫാത്തിമയും കൂടി ഇല്ല, ഉമ്മാക്കും സുഖമില്ല. ഞാനാണ് പണിയെടുക്കേണ്ടി വരും. അവിടെ ചെന്നു എന്താ ചെയ്യാ? പോകാം. താത്താക്ക് വിളിച്ചോ പെട്ടെന്ന്. ഹലോ. ഹലോ. താത്ത, ഞാനാണേ ആയിഷാണ്. എന്തേ ആയിഷ? തീരെ വെജാകെ മേലും ഇതൊക്കെ വരുത്താണ്. എന്തേ ഇപ്പൊ എനിക്ക് പറ്റിയേ? പനീന് തന്നെ. ഇപ്പൊ എല്ലായിടത്തും പനി തന്നെയാണ്. ഇവിടെ ഒക്കെ ഉണ്ട്. നിങ്ങള് റസിയന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കോ? ഓക്ക് തീരെ വെജല്ലോ. പനി എന്തൊക്കെയാണോ? ഓക്ക് പനിയോ? ഒരാഴ്ചയായി പനിയായിട്ട് പറഞ്ഞു എന്നോട്. ഇന്നലെയും കൂടി പോളെ പോയി കണ്ടിട്ടുള്ളൂ ഞാൻ. അപ്പൊ ഒരു കുഴപ്പമില്ലേനല്ലോ ഓക്ക്? ഒരു കുഴപ്പമില്ലേനി. ഇന്നലെ ഓളെ ഞാൻ എങ്ങനെയാ കൊണ്ടുവരുന്ന എനിക്കറിയില്ല. ഓളെന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിലും എനിക്കത് കിട്ടണം. എന്തേനും എനിക്ക് അവളെ തലയിലക്കൽ കുറച്ച് കൂടുതലേനി. ഓക്കും വേണ്ടിയിട്ട് ആ ഫാത്തിമാനിട്ട് കാലോണ്ട് ചവിട്ടല്ലേനോ? പഠിച്ചോൻ കാണൂ ഇതൊക്കെ. ആ ഫാത്തിമേനെങ്കിൽ ഇമ്മ ഇരിക്കത്തെ കാട്ടിലെന്തായാലും കാട്ടൂലേനി. നീ അത്തേച്ച അനുഭവിച്ചോ? ആയിക്കോട്ടെ. എന്നോട് ആ കുട്ടി ഇങ്ങനെ ചെയ്തത്. ആ ഫാത്തിമിനോട് ഞാൻ ചെയ്തുകൊണ്ട് ആ കുട്ടി ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോ നോക്കിണ്ടാവുക. ഞാൻ ചെയ്തതിന് എനിക്ക് പഠിച്ചുകൊണ്ടിരുന്നേ.